മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ജീവ വചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കണ്ടെത്തി ഭക്ഷിക്കേണ്ട വചനം എന്ന വിഷയമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ഈ പ്രഭാതത്തിലെ ചിന്തയിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. കൂടപ്പിറപ്പുകളെ, മനുഷ്യന് ജീവിക്കുവാൻ ആഹാരം ആവശ്യമാണ്. ആഹാരം കഴിക്കാഞ്ഞാൽ മനുഷ്യൻ ക്ഷീണിതനായി വീണുപോകും. മനുഷ്യന്റെ ശരീരം പുഷ്ടിപ്പെട്ടിരിക്കാൻ അവൻ ആഹാരം ആവശ്യമായിരിക്കുന്നത് പോലെ തന്നെ അവൻ്റെ ആത്മാവിന് വചനമെന്ന ആഹാരം ആവശ്യമാണ്. പുറമേയുള്ള മനുഷ്യൻ ബലപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ അകമേയുള്ള മനുഷ്യനും ബലപ്പെട്ടിരിക്കണം. ഭൗതിക ആഹാരത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്ന മനുഷ്യൻ അവൻ്റെ ആത്മീയ ആഹാരത്തിനു വേണ്ടി എന്ത് ചെയ്യുന്നു എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഭൗതിക ആഹാരം കഴിക്കാത്തതിനാൽ മാത്രമല്ല മനുഷ്യൻ ക്ഷീണിച്ച് തളർന്നു പോകുന്നത്. ആത്മീയ ആഹാരം കഴിക്കാത്തതിനാലും കൂടിയാണ് ഒരുവന്റെ തളർച്ചയും ക്ഷീണവും വീഴ്ചയും. ഒരു ദൈവപൈതൽ അവനെ ശക്തിപ്പെടുത്തുന്ന ദൈവവചനമെന്ന ആഹാരം അത്യാവശ്യമാണ്. അതവൻ കണ്ടെത്തി ഭക്ഷിക്കണം. ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആത്മാവ് അതാണ് നമ്മെ ഉപദേശിക്കുന്നത്. വചനം കണ്ടെത്തി ഭക്ഷിക്കേണ്ടിയ ഉത്തരവാദിത്വം ഓരോ മനുഷ്യനും ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവവചനമെന്ന പുഷ്ടിപ്പെടുത്തുന്ന ആഹാരം കഴിക്കുവാനുള്ള വിശപ്പ് ഉള്ളവനായിരിക്കണം ഒരു ദൈവപൈതൽ. കർത്താവ് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നവനാണ്. പ്രിയ, ദൈവവചനം എന്ന പോഷകാഹാരം ഭക്ഷിക്കാത്ത ഏതൊരു വിശ്വാസിയും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത രോഗാവസ്ഥയിലുള്ളവനായിരിക്കും. ക്ഷീണിതാവസ്ഥയിൽ കഴിയുന്ന ഒരു രോഗിയായ മനുഷ്യന് മാത്രമേ പിശാചിന്
അങ്ങനെയുള്ളവരെ മാത്രമേ തകർത്തു കളയുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ആത്മീയ ആഹാരം കഴിക്കുവാനുള്ള വിശപ്പുള്ളവനെ, വചനമെന്ന ആഹാരം ഭക്ഷിക്കുന്നവനെ സാത്താൻ തകർത്തു കളയാതെ അവന് ഈ ദൈവ പൈതലിന്റെ മുൻപിൽ നിന്ന് പരാജയപ്പെട്ട് പിന്മാറേണ്ടി വരും. കാരണം സാത്താനോട് എതിരിട്ട് നിൽക്കുവാനുള്ള ആരോഗ്യം താൻ കഴിച്ച ഭക്ഷണത്തിൽ കൂടി തനിക്ക് ലഭ്യമായിട്ടുണ്ട്. ആത്മീക ആരോഗ്യം എന്ന വലിയ സമ്പത്തിനുടമയായിരിക്കും വചനം ഭക്ഷിച്ച് ശക്തിപ്പെടുന്ന ഒരു വ്യക്തി. ആത്മീക വിശപ്പ് ഉള്ളവരാകുന്നതിന് വേണ്ടി ദൈവിക സേവയിൽ പോരാടുന്നവരായി തീരുക. വിശപ്പില്ലായ്മ ഒരു രോഗലക്ഷണമാകിയാൽ അവ ശാസിക്കപ്പെടേണ്ടതിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാകണം ഒരു ദൈവവേദി. വചനത്തിനു വേണ്ടിയുള്ള വിശപ്പ് ഒരു വിശ്വാസിക്ക് ആവശ്യമാണ്. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് എന്നാണ് പ്രവാചക പുസ്തകത്തിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വചനമെന്ന സമീകൃത ആഹാരമാണ് പ്രിയരെ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതും ദൈവത്താൽ ശക്തരാക്കപ്പെടുവാൻ ഇടയാക്കുന്നതും. ഭൗതികാഹാരമായ അപ്പമല്ല നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്, ആത്മീയ ആഹാരമായ വചനം തന്നെയാണ്. അപ്പം നാം 3 നേരം ഭക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ദിവസവും വചനമെന്ന ആഹാരം ഭക്ഷിച്ച് നാം ബലപ്പെടേണ്ടതുണ്ട്. നമുക്ക് ആവശ്യമായ വചനം നാം കണ്ടെത്തി ഭക്ഷിക്കണമെന്നാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. യിരെമ്യാ പ്രവാചകനും യെഹെസ്കേൽ പ്രവാചകനും വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നവരായിരുന്നു എന്ന തിരുവചന പഠനത്തിൽ നാം കാണുന്നത് പോലെ പുതിയ നിയമ വിശ്വാസിയും തങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന, തങ്ങൾക്ക് വളർച്ച ആവശ്യമാണെന്നുള്ള ബോധ്യത്തോടെ തങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന, വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന തിരുവചനം കണ്ടെത്തി ഭക്ഷിക്കുന്നവരാകണം. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, നിന്റെ നാമം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നുവല്ലോ. കളിക്കാരുടെ കൂട്ടത്തിൽ ഞാനിരുന്ന് ഉല്ലസിച്ചിട്ടില്ല എന്നത്ര യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നവനെ കുറിച്ചാണ്, വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നവനാണ് ഈ അനുഭവം പ്രഖ്യാപിക്കുന്നത്. വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നവർ വചനത്താൽ സന്തോഷിക്കുന്നവനാകും. അവൻ വചനം നിമിത്തം ഹൃദയത്തിൽ ആനന്ദം നിറച്ചിരിക്കുന്നവനായിത്തീരും. അവൻ്റെ സന്തോഷവും ഹൃദയത്തിലെ ആനന്ദവും കളിക്കാരുടെ കൂട്ടത്തിൽ പോയി കളിച്ചുല്ലസിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഉണ്ടാകുന്നതല്ല, തിരുവചനമെന്ന ശക്തീകരിക്കുന്ന വചനത്താൽ ഉണ്ടാകുന്നതാണ്. വചനം ഭക്ഷിക്കുന്നവൻ തിരുവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്: മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്നിട്ട് നീ അവരോട് സംസാരിക്കുക എന്ന ദൈവം യെഹെസ്കേലിനോട് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക. അതിപ്രകാരമാണ്: ഞാൻ വായി തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു. എന്നോട്, മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിൽ ആക്കി ഉദരം നിറയ്ക്ക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അത് തിന്നു, അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു എന്ന് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയരെ, വചനം ഭക്ഷിക്കുന്ന സങ്കീർത്തനക്കാരനും ഇതിനെക്കുറിച്ച് പറയുന്നു: നിന്റെ വചനം എൻ്റെ അണ്ണാക്കിന് മധുരമായിരിക്കുന്നു. വചനം ഭക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെയും ആവശ്യകതയും അപ്പോസ്തലന്മാരായ പത്രോസും പൗലോസും ശക്തമായി ഓർപ്പിക്കുന്ന വേദഭാഗങ്ങൾ പുതിയ നിയമ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. കൂടപ്പിറപ്പുകളെ, നിങ്ങൾ ശക്തരായി, നിങ്ങൾ പുഷ്ടിയുള്ളവരായ ദൈവമനുഷ്യനാകുന്നത് തിരുവചനമെന്ന ആത്മീയാകാരം ഭക്ഷിക്കുന്നതിലൂടെയാണ് എന്നത്രേ ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കി തരുന്നത്. ആകയാൽ നിങ്ങൾ ശക്തരാകുക, നിങ്ങൾ പുഷ്ടിയുള്ളവരാകുക എന്നുള്ള ദൈവിക ആഗ്രഹം നിങ്ങളിൽ, നമ്മിൽ ഓരോരുത്തരും നിറവേറേണ്ടതിന് വേണ്ടി തിരുവചനമെന്ന ആത്മീയാഹാരം ഓരോ ദിവസവും നാം ഭക്ഷിക്കും. പ്രിയരെ, നിങ്ങൾ ആത്മീയ വളർച്ച പ്രാപിക്കുന്നത് ദൈവവചനം ആഹാരത്തിൻ്റെ ബലത്താൽ മാത്രമാണ്. ദൈവവചനമെന്ന
ആ സ്വർഗീയ ആഹാരമാകുന്ന മന്ന ലഭ്യമായിരിക്കെ അത് കണ്ടെത്തി ഭക്ഷിക്കാനുള്ള വിശപ്പ് നിങ്ങൾക്കുണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങൾ ക്ഷീണിതരായി പോകും, നിങ്ങൾ ബലഹീനരാക്കപ്പെടും. സാത്താൻ നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തും. ആകയാൽ വിശപ്പില്ലായ്മ എന്നത് ഒരു രോഗലക്ഷണമാകയാൽ ആ രോഗലക്ഷണം കണ്ടെത്തി അതിനെ ചികിത്സിച്ച് ഭേദമാക്കി വിശപ്പുള്ളവരായി, ആത്മീക വിശപ്പുള്ളവരായി ആത്മീക ആഹാരം ഭക്ഷിക്കുവാൻ സമയം കണ്ടെത്തുക. അങ്ങനെയെങ്കിൽ വചനം കണ്ടെത്തി ഭക്ഷിച്ച നിങ്ങൾ നിശ്ചയമായും ശക്തരാക്കപ്പെടുകയും സന്തോഷത്തിന് ഉടമകളായിത്തീരുകയും ഹൃദയത്തിൽ ആനന്ദം നിറഞ്ഞവരായി ജീവിക്കുവാൻ ഇടയായിത്തീരുകയും ചെയ്യും. പ്രിയരെ, വചനം കണ്ടെത്തുക, വചനം ഭക്ഷിക്കുക. വചനം നിങ്ങൾക്ക് സമീപയുണ്ട്. വചനം നിങ്ങൾ അസമീപയുള്ള വചനം കണ്ടെത്തി വചനം ഭക്ഷിക്കുക, വചനം വെളിപ്പെടുത്തുക, അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക, വചനപ്രകാരം ജീവിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ബലപ്പെടാൻ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ഈ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും പ്രഭാതത്തിൽ അവർക്ക് സമീപമായിരിക്കുന്ന വചനം കണ്ടെത്തി ഭക്ഷിച്ച് ആത്മീയ ആരോഗ്യമുള്ളവരായി, ആത്മീയ പുഷ്ടിയുള്ളവരായി മുന്നേറുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ. ശത്രു ആരെയും തകർത്ത് കളയാൻ ഇടയാകാതെ അവരാത്മീയമായി ബലപ്പെട്ടിരിക്കുവാനും ശത്രുവിനോട് പോരാടി ജയിക്കുന്നവരാകുവാനും ഞങ്ങളെ ഒരുമിച്ച് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥന കേട്ടിരിക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരിയ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. Arumana